ഇന്ന് രാവിലെ തന്നെ നീച്ചു കണ്ട് ബക്കറ്റിൽ ചക്കരട്ടായി നോക്കിയതാണ് നമ്മള്. അപ്പോഴാണെങ്കിൽ ഒരു ക്രീം ബിസ്ക്കറ്റ് പടാം. ഇതാണ് എന്റെ അമ്മാന്റെ പത്തായം. വൈകുന്നേര ചായക്ക് കൊണ്ടുവരുന്ന ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടു കാണുന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ തിന്നും. അതുകൊണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് മാറ്റേണ്ടാണ് ഉമ്മ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് തിന്നാം. ഇപ്പം ചക്കരട്ടായി തിന്നാനും വേണ്ടിയാണ് നമുക്ക് മൂട് എന്തിനോടാണ്, അതാണ് എനിക്ക് വൈബ്. ചക്കരമുട്ടായി ചൂടുള്ളപ്പോൾ തിന്നതിനെക്കാട്ടി ടേസ്റ്റ് ചൂട് അറിയേണ്ട ശേഷം തിന്നണം കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയതെന്ന് വെച്ചാൽ ഒന്ന് പറയട്ടോ. നമ്മളിവിടെ ആസ്വാദനത്തിന്റെ അങ്ങേയറ്റത്തിന്റെ അപ്പുറത്തെ തീണ്ടാ. ഇന്ന് എന്റെ മുടിയും താടി മീശി അടുക്കി പോളണ്ട. ഫുള്ളായിട്ട് ഒഴിവാക്കൊന്നുമില്ല കേട്ടാ, ഒന്നായിട്ട് അടുക്കി കൂട്ടണം. നമുക്ക് മുടി വെട്ടാനും വേണ്ടി നമുക്ക് നേരെ ചെങ്ങൈമാരെ അടുത്ത് പോകണ്ടേ. നമ്മളെ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയിക്കിട്ട് പോകാനും വേണ്ടി. വണ്ടിക്കും പൂതിയുണ്ട് ഇന്നൊന്നും നല്ല കോലത്ത് കാണാൻ. ശരിക്കും പറഞ്ഞാൽ എന്റെ ഈ കോലത്തിന് എന്താ പ്രശ്നം കാര്യം ചോദിച്ചാണ് ഞാൻ. എന്തായാലും റമദാനക്കല്ലേ പേരിനെ സെറ്റ് ആക്കണം നമുക്ക്. അങ്ങനെ നമ്മളെ മുടി വെട്ടാനും വേണ്ടി നമ്മളെ രണ്ട് ചെങ്ങൈമാരെ വെച്ച് ബാർബർ ഷോപ്പിൽ എത്തിയിട്ടാ. സാധാരണ ഞാൻ ബാർബർ ഷോപ്പിൽ കയറി കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാരില്ല വെട്ടിക്കിട്ടല്. അത് ഇനിയിപ്പോ എന്റെ പ്രശ്നമാണോ, ഞാൻ പറഞ്ഞതിന്റെ പ്രശ്നമാണോ, അതോ ഓല പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാരിനേക്കാരം വെട്ടിയിട്ടുണ്ടാവില്ല, ഞാൻ വിചാരിച്ച മാരിന്റെ മോറും മുടിയൊന്നും ആയിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ സന്ദർഭവും സാഹചര്യമൊക്കെ കൂടി വന്നപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ്. ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് അതേപോലെ വെട്ടാൻ പറഞ്ഞു നമ്മള്. അപ്പൊ തല ആ ഫോട്ടോത്തിലുള്ള മാരിനെ ഉണ്ടാവും. കഴിഞ്ഞ 3-4 വെട്ടലിന് ഞാൻ ഈ ഫോട്ടോ കാണിച്ചെടുത്ത് കണ്ടാട്ടെ എന്റെ മുടി വെട്ടിയത്. ഇത് എനിക്ക് വല്ലാതാണ്ട് ഇഷ്ടമായി. അതാണ് പിന്നെയും തുടർന്നു കൊടുക്കണം ഞാൻ. മലയാളം വായിച്ചറിയില്ലെങ്കിലും എന്റെ ചങ്ങായി പത്രം നോക്കാൻ സാറാണ്. ചിത്രം നോക്കാൻ എന്തിനാ മലയാളം അറിയണേ, ഓന്റെ നോട്ടത്തിലുണ്ടത്. അവിടെ ഒരാൾക്ക് വെട്ടിക്കൊണ്ട് കണ്ട അത് കഴിഞ്ഞിട്ട് വേണം എന്റെ മുടി കൂടി വെട്ടാന്. പണ്ട് 16 ബായിന്റെ ഒരു കട ഉണ്ടെനി. പെരീന്ന് മുടി ഇട്ടാൻ 60 റുപ്യ തരും അല്ലേ, അങ്ങനെ പറഞ്ഞു മേങ്ങും നമ്മള്. ബാക്കിയുള്ളോടത്ത് 60 ആണെങ്കിലും ബായിന്റെ കടിയിൽ 50 റുപ്യ ഉണ്ടാവുള്ളൂ മുടി ഇട്ടാൻ. 10 റുപ്യ ലാഭത്തിനും വേണ്ടി ഞാൻ ബായിന്റെ കടിക്ക് തന്നെ പോകും. ആ ലാഭം കിട്ടിയ 10 റുപ്യ വെച്ച് കണ്ട ഒരു ടിലി മെയിൻ കണ്ട് പാടത്ത് കൂടെ നടന്നു പോകുന്ന ഒരു പോക്കുണ്ട് പെരീക്ക്. പനാസ് എന്ന് പറഞ്ഞ ഫയർ അല്ല ഫ്ലവർ ആണ്. ആ കോലത്തിലാവും തലയും മുടിയും കോലും. നമ്മൾ മുടിയിട്ടാനും വേണ്ടി കസാലയിലാണ്ട് കയറി നിന്നാണ് മൂപ്പരോട് ഫോട്ടോ കാണിച്ചെടുത്ത് പറയണ്ടപ്പോ എന്റെ തലയും മുടിയും താടിയൊക്കെ അതേപോലെ തന്നെ ആവണമെന്ന്. ഞാൻ എന്റെ മുടി നല്ല ചെറുതാക്കാൻ പറഞ്ഞിട്ടാ നടുന്ന്. ഇതൊന്നാണ്ട് വെട്ടിക്കഴിഞ്ഞോട്ടോ ഒക്കെ കണ്ടറിഞ്ഞു നമുക്ക്. ഇതാണ് എന്റെ താടിന്റെ മുടിന്റെ മീശന്റെ ആയിട്ടുള്ള ഫൈനൽ റിസൾട്ട്. സംഭവം എന്താ വെച്ചാൽ ഞാൻ മുടി നല്ല ചെറുതാക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ കോലായത്. ഇനി നമുക്ക് സമാധാനത്തിൽ ചെങ്ങായിന്റെ വക സോഡയും കടിയൊക്കെ ആയിട്ടാണ് കുടിച്ചാ. നമ്മളെ ചെങ്ങായി കാക്കാക്ക് ഇവിടെ ഫ്രിഡ്ജിൽ സോഡ നിറച്ച് കൊടുക്കണ്ടാ. ഫ്രിഡ്ജിൽ കളർ സോഡ, ജീരക സോഡ, അങ്ങനത്തെ ഒരു സോഡ ഇല്ല, കാലി സോഡ അല്ലാതെ വെച്ചതൊക്കെ കഴിഞ്ഞോ. നമ്മളതുകൊണ്ട് തന്നെ ഒരു കാലി സോഡ എടുത്തുകൊണ്ട് ലെമൺ സോഡ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. കടി എടുക്കാനും വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമ്മളൊരു നെയ്യപ്പം കൂടി എടുത്തിട്ടാ. മുടി വെട്ടിക്കാണ്ട് കടന്റെ മുമ്പിൽ നിന്നാണ്ട് ചായ അടിച്ചിട്ട് ഒരു ദമ്മാവലാണിത്. കഷ്ടപ്പെട്ട് മുടി വെട്ടിയതല്ലേ, 4 ആൾ കാണട്ടെ. ഇനി ഇവിടെ നിന്ന് ടോപ്പായി കാണുന്നുണ്ടെങ്കിൽ കണ്ണാപ്പിന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ കയറിക്കാണ്ട് നമ്മളെ ലെമൺ സോഡ കുടിച്ചാണ്. തലന്റെ 2 സൈഡ് 2-3 ദിവസം ഇങ്ങനെ തിളങ്ങി നിൽക്കും. 2 ദിവസം കഴിഞ്ഞ് കാണുന്നുണ്ട് ആ തളക്ക കണ്ട് പോട്ടാ. കള്ള കോട്ടി ചെങ്ങൈമാരത് നമ്മളെ ഊക്കാണത്. മുടി വെട്ടിയതൊന്നായിട്ട് സേതുമതിന്റെ മാരി ഉണ്ടല്ലോ. ഊക്കൽ സഹിക്കാൻ വയ്യാതായപ്പോ ഞാൻ 2 ഫോട്ടോ വെച്ച് കണ്ട് കമ്പാരിസൺ നടത്തി. ഇനിയിപ്പോ ഞാനായിട്ട് തന്നെ എന്നെ പൊക്കണ്ട, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പറയാതെ നാക്കുള്ളത് ഇന്റെ മുടി തന്നെയാണ്. ചെങ്ങൈമാരെ ഊക്കലെ കണ്ട് കഴിഞ്ഞപ്പോത്തിന് ഞാനിവിടെ ഫിലിം കുറച്ചാണ് ഡൗൺലോഡ് ആക്കാൻ വെച്ചിട്ടാ. അൺലിമിറ്റഡ് 5G അല്ലേ, എത്ര ആക്കാൻ നമുക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ചെങ്ങായി ഓന്റെ അയൽവാസിന്റെ പുളി എടുക്കാനും വേണ്ടി പുളിമരത്തുമ്പ് കയറണ്ടാ. തലയിൽ കവറും സഞ്ചിയൊക്കെ ഇട്ടിക്കണ്. പെരിയിൽ ഒരു വിറകെടുത്തൊക്കെ ചെക്കനാണ് ഇവിടെ പുളിമരത്തുമ്പ് കയറിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞാട്ടാ. ഓന് പുളിമരത്തിന്റെ മുകളിൽ നിന്ന് കുലുക്കിക്കാണ്ട് പുളിയൊക്കെ കണ്ട് താഴത്തേക്ക് ഇട്ടിട്ടാ. കുൽക്കുമ്പോ ബിഗണതൊക്കെ പോത്ത പുളികളാണ്. പോത്ത പുളി കുറെ തിന്നിക്കാണെന്നുണ്ടെ നാവ് മുറിയാവും. ചെങ്ങായി ഇതാ മരത്തുമെന്ന് കുൽക്കണ് നോക്കി. കുൽക്കാൻ നല്ല എക്സ്പേർട്ട് ആണ് ഓനെ. ചെങ്ങായി കുലുക്കിക്കാണ്ട് തള്ളിയിട്ട് ഒരു പുളിയാണത്. പുളി നിലത്ത് വീണപ്പോ തന്നെ പുളിന്റെ ഡ്രസ്സ് ഫുള്ളാണ്ട് ഊരിപ്പോയി. അങ്ങനെ പുളി എടുത്തതിന് ഒന്നിനെ പെരി കൊണ്ടാക്കി. രണ്ടാമത്തത് ഇതാ പെരി പോണേ. ഓൻ ഈ പഞ്ചായത്തിത്തെ പ്രോ റൈഡറാണ്. നമ്മളും പെരിയിലെത്തിക്കാണ്ട് കഞ്ഞി കുടിച്ചാൽ നിൽക്കണ്ടപ്പോ ചെമ്മീൻ ചമ്മന്തി കഞ്ഞി മട്ടേകരം. നമ്മളങ്ങനെ കഞ്ഞി കുടിച്ചാൽ തുടങ്ങിട്ടാ. കഞ്ഞി കുടിച്ചതിന് ശേഷം നമ്മളൊരു നല്ലൊരു ഉറക്കുറങ്ങി. ആ ഉറക്ക് തീർന്നതിന്റെ ക്ഷീണാണ് ടപ്പിന്റെ മൂത്ത് കാണുന്നങ്ങളെ. ക്ഷീണം മാറ്റിന്റെ ശേഷം നമ്മൾ നേരെ ചോറ് താൻ ഇറങ്ങി. ആ ചോറ് തിന്ന് കണ്ടപ്പോ ചോറെ കണ്ട് തിന്നതിനൊപ്പത്തിന് ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു ഐറ്റം ചായ ഉണ്ടാക്കേണ്ട ഇവിടെ ഈ ചായ അടിച്ചിട്ട് വേണം ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ. നമുക്ക് രാവിലെ ബക്കറ്റിൽ നിന്ന് കിട്ടിയ ക്രീം ബിസ്ക്കറ്റ് ചായ കുത്തിക്കാണ്ട് നമ്മൾ തിന്ന് കണ്ടപ്പോ അതൊക്കെ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 4 ടിക്കറ്റ് ബുക്ക് ചെയ്യാനും വേണ്ടി ഞാനീ പോണേ. കുളിച്ചിന്റെ ശേഷം ചൊർക്ക് കൂടിക്കണം ഞാൻ. നമ്മൾ റെയിൽവേ സ്റ്റേഷനത്തെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയപ്പോൾ അറിയുന്നത് രാത്രി 8 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആവുന്നത്. അതിനിപ്പോ നാളെ പോകാൻ നമുക്ക്. നമ്മൾ പെരി പോണ ബൈക്കിന്ന് ഫ്രൂട്ട്സ് കടി കയറിക്കാണ്ട് ഒരു ബത്തക്കണ്ട് മേങ്ങി. വേറെ കടി പോയിക്കാണ്ട് നമ്മളൊരു ക്യൂട്ടി സോപ്പ് വാങ്ങി. ഇത് തേച്ച് കുളിച്ചുകാണ്ട് ക്യൂട്ടാവളാണ് നമുക്ക്. പെരിയിലെത്തിന്റെ ശേഷം നമുക്കുള്ള ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണേ. ആ ചോറും തിന്ന് നമ്മളൊരു റോബസ്റ്റും കൂടി ഉള്ളിക്കാക്കി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വത്തക്കമ്മക്ക് നിന്ന് ഇന്നിത്രയുള്ള അടുത്തേക്ക് കാണുഞ്ഞി നമുക്ക്.